തിരുവനന്തപുരത്തുള്ള സുമതിനെ ഞാനും വിഷ്ണുവും ചേർന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതാണ്. ശരിക്കും സുമതിവളം എന്ന് കേൾക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള പാലോട് സുമതിവളത്തിൻ്റെ കഥയാണെന്ന കഥയായിട്ടായിരിക്കും അത് പറയുന്നത്. ഞങ്ങളെല്ലാ ഇൻ്റർവ്യൂകളിലും ഞങ്ങളുടെ എല്ലാ പോസ്റ്റുകളും ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ ആ വളവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആ പേര് കേൾക്കാൻ നല്ല രസമല്ലേ, സുമതി വളവ്, അതുകൊണ്ടാണ് ആ പേരെടുത്തത്. ഒരിക്കലും ഇത് തിരുവനന്തപുരം മയിലുമൂടുള്ള അല്ലെങ്കിൽ പാലോടുള്ള സുമതി വളവുമായിട്ട് കുല ബന്ധം പോലും ഇല്ല കേട്ടോ. ആ വളവിന് ആ പേരും അവിടെ നമുക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളും നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അത് ഈ സുമതി വളവ് കേട്ടതുകൊണ്ട്, ഈ പറയുന്ന പൂജാരി വളവ് കേട്ടതുകൊണ്ട്, അല്ലെങ്കിൽ വയനാട് ചുരത്തിൽ കേട്ടതുകൊണ്ട്. അപ്പോൾ ഇതിന്നൊക്കെ പലതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തെടുത്തേക്കുന്ന ഇവൻറ്റ്സാണ് നിങ്ങൾ ഇന്ന് തിയേറ്ററിൽ കണ്ട പല സംഭവങ്ങളും. അപ്പോൾ അതുകൊണ്ട് ആ കമൻ്റ് ഇട്ട ആളുടെ അവരെ കുറ്റം പറഞ്ഞല്ല, പുള്ളിയുടെ ചിന്തയിൽ ശരിയായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും ഒന്നും കൂടെ ഞങ്ങൾ മീഡിയ സുഹൃത്തുക്കൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ സിനിമ ഒരിക്കലും തിരുവനന്തപുരത്തുള്ള സുമതി വളവിൻ്റെ കഥയല്ല. ഇത് ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഞങ്ങളുടെ ഓൺ സ്റ്റോറിയിൽ ആ സുമതി വളവ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ.